സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ഇന്ന് നമ്മുടെ ചാപ്റ്റർ നമ്പർ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ നമ്പർ 4 നമ്മൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് വെക്കുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സി പ്ലസ് പ്ലസിലെ ക്യാരക്ടർ സെറ്റ്, മറ്റൊരു കാര്യം സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന ടോക്കൺസ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അക്ഷരമാല. സി പ്ലസ് പ്ലസ് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അക്ഷരമാല അല്ലേ. അതുപോലെ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ സി പ്ലസ് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? വേർഡ്സ്, അല്ലെങ്കിൽ ലെക്സിക്കൽ യൂണിറ്റ്സ് എന്നും കൂടെ പറയാം. ലെക്സിക്കൽ യൂണിറ്റ്സ് സി പ്ലസ് പ്ലസിലെ വാക്കുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് സി പ്ലസ് പ്ലസിലെ അക്ഷരമാല അല്ലെങ്കിൽ ക്യാരക്ടർ സെറ്റ്, അതുപോലെ സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന ടോക്കൺസ്. അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിൽ പറയാഞ്ഞത് ഇതൊക്കെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വഴി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഈ പ്രോഗ്രാമിങ്ങിനോടുള്ള ഒരു താല്പര്യം ഒരു പക്ഷേ ഇല്ലാതെയാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പലപ്പോഴും ആ വാക്കുകൾ, അതിൽ പറയുന്ന ചില വാക്കുകളുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകില്ല എന്ന് ധാരണ കൊണ്ടാണ് ഇത്രയും കാലം ഇത് ഡിസ്കസ് ചെയ്യാഞ്ഞത്. ഇനി നമുക്ക് സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടർ സെറ്റ്. അതിന് കൂടെ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. സി പ്ലസ് പ്ലസ് ബയാൻ സ്ട്രോപ്സ്ട്രപ്പ് എന്നുള്ള ഒരു മഹാനാണ് ക്രിയേറ്റ് ചെയ്തത്. ബയാൻ സ്ട്രോപ്സ്ട്രപ്പ് സി പ്ലസ് പ്ലസ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നൊക്കെ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ മനസ്സിലാവും എന്താണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സി പ്ലസ് പ്ലസ് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, OOP ലാംഗ്വേജ് ആണ്. അതെന്താണെന്ന് ഇപ്പോൾ പറയാൻ മനസ്സിലാവില്ല. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആൾ ബയാൻ സ്ട്രോപ്സ്ട്രപ്പ് എന്നുള്ള ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ബയാൻ സ്ട്രോപ്സ്ട്രപ്പ് ഇദ്ദേഹമാണ് ആ മനുഷ്യൻ. ബയാൻ സ്ട്രോപ്സ്ട്രപ്പ് ആണ് ഈ സി പ്ലസ് പ്ലസ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ ഈ മനുഷ്യൻ്റെ ഡീറ്റെയിൽസും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇദ്ദേഹമാണ് നമുക്ക് ഈ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ഒരുക്കി തന്നിരിക്കുന്നത്. ഓക്കെ, എനിവേ സോ വിൽ ഫോർഗെറ്റ് ദിസ്. ഈ പേര് മറക്കണ്ടേ, ബയാൻ സ്ട്രോപ്സ്ട്രപ്പ്, നല്ല പേരാണ് അല്ലേ. ഇനി സി പ്ലസ് പ്ലസിൻ്റെ ക്യാരക്ടർ സെറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരാം അല്ലേ. സി പ്ലസ് പ്ലസ് ക്യാരക്ടർ സെറ്റ് എന്താണ്? ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദ സെറ്റ് ഓഫ് വാലിഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലാംഗ്വേജ് ഈസ് കോൾഡ് ക്യാരക്ടർ സെറ്റ്. ഇങ്ങനെ പറയാം, ക്യാരക്ടർ സെറ്റ്. ഇങ്ങനെ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, കാരണം നമുക്കറിയാം ഒരു ഭാഷയിൽ ഉപയോഗിക്കുന്ന സിംബൽസിനെയാണ്, അക്ഷരങ്ങളെയാണ്, ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ എന്തൊക്കെ ക്യാരക്ടർ സെറ്റാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഡിജിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, വൈറ്റ് സ്പേസസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന ക്യാരക്ടർ സെറ്റ്. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2 കാറ്റഗറി ലെറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാം? ഒന്ന് നമ്മുടെ ക്യാപിറ്റൽ A to Z എന്ന ലെറ്റേഴ്സും അതുപോലെ സ്മോൾ a to Z എന്ന ലെറ്റേഴ്സും. അപ്പോൾ ക്യാരക്ടേഴ്സിൽ ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? A to Z, ക്യാപിറ്റൽ A to Z ഉപയോഗിക്കുന്നുണ്ട്, സ്മോൾ a to Z ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ്. ഓക്കെ, ഇനി അതിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ്സ്. സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന മറ്റ് ക്യാരക്ടേഴ്സാണ് 0 to 9, 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് സി പ്ലസ് പ്ലസിൽ. ഏതൊക്കെയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്? പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡ്, ക്യാരറ്റ്, അതുപോലെ സ്ലാഷ്, ബ്രേക്കറ്റ്, 2 ബ്രേക്കറ്റ് അല്ലേ, സ്ക്വയർ ബ്രേക്കറ്റ്, കേളി ബ്രേക്കറ്റ്. ഇതിനെ കേളി ബ്രേക്കറ്റ് എന്ന് പറയും. ഇതിനെ കേളി ബ്രേക്കറ്റ്, കേളി ഇങ്ങനെ കേർലി അല്ലേ, കേളി ബ്രേക്കറ്റ്. ഓക്കെ, കേളി ബ്രേക്കറ്റ്. അതുപോലെ തന്നെ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഡോട്ട്, അപ്പോസ്ട്രോഫി, കോമ, ഡബിൾ കോട്ട്, സിംഗിൾ കോട്ട്, ഡോളർ സൈൻ, ഇങ്ങനെ കോമ, ദിസ് ഇസ് സെമി കോളൻ, പെർസെൻറ്റേജ്, നോട്ട് ഓപ്പറേറ്റർ, ആംപർസാൻഡ്. ഇത് എങ്ങനെയാണ് വായിക്കുക? ആംപർസാൻഡ് എന്ന് വായിക്കണം കേട്ടോ. അഡ്രസ് ഓപ്പറേറ്ററാണ്, പിന്നെ പഠിക്കും, ആംപർസാൻഡ് എന്ന് വിളിക്കും. അതുപോലെ ഒക്കെ നമ്മൾ സാധാരണ മെല്ലെ മെല്ലെ പഠിക്കും കേട്ടോ, പേടിക്കേണ്ട എല്ലാ പേരും കേട്ടിട്ട്. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ താഴെയുള്ളവർ. അപ്പോൾ നമ്മൾ A - B എന്ന് എഴുതും അല്ലേ. ഇത് അണ്ടർസ്കോർ അല്ല, മൈനസ് ഈ ഓപ്പറേറ്ററാണ്.
ഓക്കെ. അതേപോലെ A_B എന്ന് എഴുതാം, ഇങ്ങനെ താഴെയിട്ട്. അതാണ് ഈ അണ്ടർസ്കോർ എന്ന് പറയുന്നത്. അണ്ടർസ്കോർ ഓപ്പറേറ്റർ, അതുപോലെ ഹാഷ്, @ ഇങ്ങനെയുള്ള കുറേ സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കും. ഇതെല്ലാം കാണാൻ പഠിക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് ഏകദേശം അറിയണമൊക്കെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദെൻ വൈറ്റ് സ്പേസസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ബാർ, കീബോർഡിലുള്ള സ്പേസ് ബാറില്ലേ, നമ്മളിപ്പോൾ പിന്നെ വേർഡ് അടിച്ചു, പിന്നെ ഇവിടെ ഒരു സ്പേസ് വേണം അല്ലേ, പിന്നെ അടുത്ത വേർഡ് ടൈപ്പ്. ഇപ്പം മുഹമ്മദ് റോഷൻ അല്ലേ, റോഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഈ ഏരിയയിൽ, അതിനാണ് സ്പേസ് ബാർ. അതിന് കീബോർഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടറാണ് സ്പേസ് ബാർ. ദെൻ ഹൊറിസോണ്ടൽ ടാബ് എന്ന് പറഞ്ഞാൽ ടാബ് കീ ഉണ്ടല്ലോ, കീബോർഡിലെ ടാബ് കീ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അതാണ് സംഭവം. ദെൻ ക്യാരേജ് റിട്ടേൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഞാൻ എസ്കേപ്പ് സീക്വൻസ് പഠിപ്പിക്കുമ്പോൾ ഈ സംഭവം എന്താണെന്ന് പറയാം. ക്യാരേജ് റിട്ടേൺ, ന്യൂ ലൈൻ, ഫോം ഫീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വൈറ്റ് സ്പേസസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ന്യൂ ലൈനും അതുപോലെ സ്പേസ് ബാറും ഹൊറിസോണ്ടൽ ടാബൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. നൗ ഇനി ഇതൊന്നും അല്ലാതെ ചില ക്യാരക്ടേഴ്സും കൂടെ, അതർ ക്യാരക്ടേഴ്സ്, ജസ്റ്റ് അതർ ക്യാരക്ടേഴ്സ് മാത്രം പഠിച്ചാൽ മതി, ആസ്കി വാല്യൂ ഉള്ള മറ്റ് ചില ക്യാരക്ടർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ C++ൻ്റെ ക്യാരക്ടർ സെറ്റ്. എന്താണ്? ലെറ്റേഴ്സ് ഉണ്ട്, A to Z, ക്യാപിറ്റൽ A to Z, സ്മോൾ A to Z അല്ലേ, ലെറ്റേഴ്സ് ഉണ്ട്. ദെൻ ഡിജിറ്റ്സ് ഉണ്ട്, C++ ഡിജിറ്റ്സ് ഉണ്ട്, 0 to 9 അല്ലേ, ഡിജിറ്റ്സ് ഉണ്ട്. ദെൻ ഇതുപോലെ കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട് ഉപയോഗിക്കും. വൈറ്റ് സ്പേസ്, സ്പേസ് ബാർ, ഹൊറിസോണ്ടൽ ടാബ്, ക്യാരേജ് റിട്ടേൺ, ന്യൂ ലൈൻ, ഫോം ഫീഡ് എന്ന് പറഞ്ഞ കുറച്ച് വൈറ്റ് സ്പേസസ് ഉണ്ട്. അത് വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കാണൂല അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രമേശ് കൃഷ്ണൻ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു സ്പേസ്, ഇത് നമ്മൾ കാണാത്ത ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ക്യാരക്ടറിനെയാണ് നമ്മൾ പൊതുവെ വൈറ്റ് സ്പേസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ടാബ് കീ അടിച്ചാലും അവിടെ കുറച്ച് ഒരു സ്പേസ് വരുന്നതല്ലാതെ അവിടെ ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അങ്ങനെയുള്ള ക്യാരക്ടറിനെയാണ് വൈറ്റ് സ്പേസ് എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ദ ക്യാരക്ടർ സെറ്റ് ഓഫ് C++. ഡൺ. സോ വി ഹാവ് ദിസ് മച്ച്, റൈറ്റ്. എന്താണ്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടർ, വൈറ്റ് സ്പേസസ് ആൻഡ് അതർ ക്യാരക്ടേഴ്സ്. ഡൺ അല്ലേ. ഇനി നമ്മൾ C++ൻ്റെ ടോക്കൺസ് എന്താണെന്ന് പറയും. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട്. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ ഇപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അപ്പോൾ ഇതൊരു ടോക്കനാണ്. ഇന്ത്യ എന്നുള്ളതൊരു വേർഡാണ്, ഇതൊരു വേർഡാണ്, എൻ്റെ എന്നുള്ള വേർഡാണ്, രാജ്യമാണെന്നുള്ള മറ്റൊരു വേർഡാണ്. ഇതിന് ഇങ്ങനെയുള്ള വാക്കുകളെയാണ്, വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോക്കൺസ് എന്ന് പറയുന്നത്. ടോക്കൺസ് C++. അപ്പോൾ ഇന്ത്യൻ്റെ രാജ്യമാണെന്നൊന്നുമല്ല C++ൽ എഴുതുക, മറിച്ച് C++ൽ നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പഠിച്ചില്ലേ, അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഈ ടോക്കണിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാം. ഇത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എക്സാമിന് ചോദിക്കുക, ഡാഷ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ഉത്തരം എന്ത് എഴുതണം? ടോക്കൺസ്. ടോക്കൺ എന്ന് പറഞ്ഞാൽ C++ലെ വേർഡ്സ് ആണ്. ഒരു C++ൻ്റെ പ്രോഗ്രാമിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക്. എന്താ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാന നിർമ്മാണ യൂണിറ്റ്. ഒരു വീട് നിർമ്മിക്കാനുള്ള അടിസ്ഥാന നിർമ്മാണ യൂണിറ്റ് നമുക്ക് ബ്രിക്സ് ആണെന്ന് പറയാം, ഇഷ്ടികകളാണെന്ന് പറയാം. അതേപോലെ C++ൻ്റെ പ്രോഗ്രാം എഴുതണമെങ്കിൽ കുറേ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുക, ഒരു പ്രോഗ്രാം ഉണ്ടാക്കുക. കുറേ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, റെഡിയല്ലേ? ഇതിനെ നമുക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്. ദേ ആർ ഓൾസോ കോൾഡ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ലെക്സിക്കൽ യൂണിറ്റ്. ലെക്സ് എന്ന് പറഞ്ഞാൽ വേർഡ് എന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. ലെക്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് വേർഡ് എന്നാണ് അതിൻ്റെ വേർഡ് മീനിങ്. ലെക്സിക്കൽ യൂണിറ്റ്സ്. അതിനെ നമുക്ക് പിന്നെ ടോക്കൺസിനെ ലെക്സിക്കൽ യൂണിറ്റ്സ് എന്ന് കൂടെ പറയാം. ഓക്കെ, ലെക്സിക്കൽ യൂണിറ്റ്സ്, ദേ ആർ ഓൾസോ കോൾഡ് ലെക്സിക്കൽ. ഇനി C++ ആർ 5 ടൈപ്സ് ഓഫ് ടോക്കൺ. 5 ടൈപ്പ് ടോക്കൺസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ടോക്കൺസ് ഇൻ C++. C++ൽ 5 ടൈപ്പ് ടോക്കൺസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് എന്ത്? കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? C++ലെ ടോക്കൺസിൽ അഥവാ വാക്കുകളെ നമുക്ക് വേർഡ്സിനെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. 5 ടൈപ്സ് ഉണ്ട്. 5 ടൈപ്സ് C++ലെ വാക്കുകൾ. അതിനെയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഇത് നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കട്ടെ, ഒരു സംശയമില്ല. എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്, ഈ എക്സാമിന് ചോദിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പേരെഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും?
ഇത് പേരെഴുതിയാൽ അര 1 1.5 2 2.5 മാർക്ക് പേരെഴുതിയാൽ കിട്ടും. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനനുസരിച്ച് മാർക്കിനനുസരിച്ചൊക്കെ നിങ്ങൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനനുസരിച്ച് മാർക്കും കിട്ടും. റെഡി? സോ ഓക്കെ, എന്താണ് കീവേഡ്സ് നോക്കാം. നമുക്ക് ഒരു പ്രോഗ്രാം എടുക്കാം, എന്നിട്ട് എന്തൊക്കെയാണ് ടോക്കൺ എന്ന് മനസ്സിലാക്കുക. അതിന് ശേഷം ഈ സംഭവം മനസ്സിലാക്കാം. ഓക്കെ, നമ്മളൊരു പ്രോഗ്രാമിലേക്ക് വരാം. അപ്പോൾ ഇതൊരു പ്രോഗ്രാമാണ് അല്ലേ, ഇത് C++ലെ പ്രോഗ്രാം. ഇതിനകത്ത് കുറേ വേർഡ്സ് ഉണ്ട്, വാക്കുകളുണ്ട്, ടോക്കൺസ് ഉണ്ട്. ഹാഷ് ഒരു ടോക്കണാണ്, ഇൻക്ലൂഡ് ഒരു ടോക്കണാണ്, ഈ ബ്രേക്കറ്റ് ഒരു ടോക്കണാണ്, IO സ്ട്രീം എന്നുള്ളൊരു ടോക്കണാണ്, ദിസ് ഇസ് എ ടോക്കൺ. ഏത് ഈ കൺട്രോൾ ഇസഡ് ഈ ബ്രേക്കറ്റ് ഒരു ടോക്കണാണ്, യൂസിങ് എന്നുള്ളതൊരു ടോക്കണാണ്, നെയിം സ്പേസ് ഒരു ടോക്കണാണ്, STD ഒരു ടോക്കണാണ്, സെമി കോളൻ ഒരു ടോക്കണാണ്, ഇൻഡ് ഒരു ടോക്കണാണ്, മെയിൻ ഒരു ടോക്കണാണ്. ഈ ഓരോ ബ്രേക്കറ്റും ഓരോ ടോക്കൺസാണ്. ദിസ് ഇസ് എ ടോക്കൺ, ദിസ് ഇസ് എ ടോക്കൺ, I ഈസ് എ ടോക്കൺ, കോമ ഈസ് എ ടോക്കൺ, സം ഈസ് എ ടോക്കൺ, സെമി കോളൻ ഈസ് എ ടോക്കൺ. ഇതൊക്കെ ഓരോ വാക്കുകളായിട്ടാണ് C++ കൺസിഡർ ചെയ്യുക. ഫ്ലോട്ട് ഒരു ടോക്കണാണ്, AVG ടോക്കണാണ്, സെമി കോളൻ ടോക്കണാണ്, I ടോക്കണാണ്, ഈക്വൽ ടു ടോക്കണാണ്. ഓക്കെ, 1 is a token, control z, okay, 1 is a token, semicolon equal, sum is a token, okay, equal to is a token, 0 is a token, while ഒരു ടോക്കൺ ആണ്. ഇതിൽ എത്ര ടോക്കൺ ഉണ്ട്? while ഒരു ടോക്കൺ ആണ്, ഈ ദിസ് ബ്രേക്കറ്റ് ഈസ് എ ടോക്കൺ, I ഒരു ടോക്കൺ ആണ്, this one is a token, this one is a token, 1000 is a token, ദിസ് വൺ ഈസ് എ ടോക്കൺ, ദിസ് വൺ ഈസ് എ ടോക്കൺ. അപ്പോൾ ടോക്കൺ എന്തായാലും മനസ്സിലായല്ലോ, നമ്മളെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ടോക്കണാണ്. അപ്പോൾ ഇത് പല ടൈപ്പ് ടോക്കൺ ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, പല ടൈപ്പ് ടോക്കൺ ഉണ്ട്. അപ്പോൾ ഈ ചിലത് വൈൽ എന്നുള്ള പോലെയുള്ള മീനിങ് ഫുള്ളാണ്, ചിലത് സം എന്നുള്ള പോലെയുള്ള വേരിയബിളാണ്, ചിലത് പ്ലസ് എന്നുള്ള ഓപ്പറേറ്ററാണ് അല്ലേ, ചിലത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻസ് ആണ് അല്ലേ, ചിലത് ഇങ്ങനെ സ്ട്രിങ്സ് ആണ്, ഡബിൾ കോഡ്സിലുള്ളതാണ് അല്ലേ, അങ്ങനെ ചിലത് സി ഔട്ട്, സി ഇൻ, അങ്ങനെ കുറേ ടോക്കൺസ് ഉണ്ട്, കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നോക്കിയോ, ആദ്യത്തേത് കീവേഡ്സ്. ടോക്കൺസിലെ C++ലെ വേർഡ്സിലെ ടോക്കൺസിലെ ആദ്യത്തെ കാറ്റഗറിയാണ് കീവേഡ്സ്. അർത്ഥമുള്ള വാക്കുകളാണ് കീവേഡ്സ്. എന്താണ് അർത്ഥമുള്ള വാക്കുകൾ? ഇങ്ങനെ എഴുതാം, ടോക്കൺസ് ആർ meaningful words to C++ compiler. C++ കമ്പൈലറിനെ സംബന്ധിച്ചിടത്തോളം അർത്ഥമുള്ള വാക്കുകളാണ്, അർത്ഥമുള്ള ടോക്കൺസാണ് കീവേഡ്സ് പ്രധാനപ്പെട്ട വാക്കുകൾ. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ കുറേ വാക്കുകളുണ്ടല്ലേ, അതെല്ലാം ഡിക്ഷണറിയിലുണ്ടാവും അല്ലേ, ശരിയല്ലേ? ഇപ്പോൾ ഐ, ഗോ, ഫ്ലൈ, റൈറ്റ്, സ്വിം, റൈറ്റ്, ഇങ്ങനെ C++ൻ്റെ ഇംഗ്ലീഷ് ഭാഷയുടെ ഡിക്ഷണറിയിലുള്ള വാക്കുകളൊക്കെ അർത്ഥമുള്ള വാക്കുകളാണ്, ശരിയല്ലേ? എന്നാലും ഇംഗ്ലീഷിൽ നമ്മൾ അർത്ഥമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കില്ല. ലണ്ടൻ, അതിനൊരു അർത്ഥമുണ്ടോ? ഇല്ല, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. മഞ്ചേരി, ഐ ആം ഗോയിങ് ടു മഞ്ചേരി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അതിന് അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ അർത്ഥമുള്ളതും അർത്ഥമില്ലാത്തതും വാക്കുകളുണ്ട്. അർത്ഥമുള്ള വാക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അല്ലേ? കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേര്, അതിന് അർത്ഥമൊന്നുമില്ല അല്ലേ, പിന്നെ ചില ഇപ്പോൾ ചിഞ്ചു എന്നുള്ള ഒരു കുട്ടിക്ക് ഇടുന്ന പേരാ, ഒരു വിളിപ്പേര്, അതിന് അർത്ഥമുണ്ടോ? ഇല്ല, അർത്ഥമില്ല അല്ലേ, ശരിയല്ലേ? അപ്പോൾ അർത്ഥമുള്ള വാക്കുകളുണ്ട്, അർത്ഥമില്ലാത്ത വാക്കുകളുണ്ട്. അതേപോലെ തന്നെ C++ലും അർത്ഥമുള്ള വാക്കുകളുണ്ട്, അർത്ഥമില്ലാത്ത വാക്കുകളുണ്ട്. C++ൻ്റെ കമ്പൈലർ ചില വാക്കുകൾക്ക് അർത്ഥം കൊടുത്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് നമ്മൾ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂസിങ് എന്നുള്ള ഇതിനൊരു മീനിങ് ഉണ്ട്, എന്താ മീനിങ്? യൂസ് ചെയ്യുക എന്നുള്ള. നെയിം സ്പേസിനൊരു മീനിങ് ഉണ്ട്, നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ അതിനടുത്ത് വരുന്നത് ഒരു നെയിം സ്പേസിൻ്റെ പേരായിരിക്കും. ഇപ്പോൾ ഇൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജറിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ, ഫ്ലോട്ടിംഗ് പോയിൻ്റ്, വൈൽ എന്ന് പറഞ്ഞാൽ ലൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ അർത്ഥമുള്ള വാക്കുകളെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയാം, അർത്ഥമുള്ള വാക്കുകൾ. എന്നാൽ നമ്മളിവിടെ ഐ എന്ന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ഐ എന്നുള്ളൊരു വേരിയബിളാണ്, അതെനിക്ക് ഐ എന്നോ കെ എന്നോ വൈ എന്നോ എന്തും വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിന് അർത്ഥമൊന്നുമില്ല. സം എന്നുള്ളതൊരു വേരിയബിളാണ്, സം എന്ന് ഞാനൊരു അർത്ഥം കൊടുത്തുകൊണ്ടാണ്. C++ ഈ സം എന്നുള്ള വേരിയബിളിന് അർത്ഥമൊന്നും കൊടുത്തില്ല. സമ്മിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എസ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പം വരില്ല പ്രോഗ്രാമിൽ. എന്ത് ചെയ്യാം, ഈ സമ്മിന് പകരം എന്ത് ഉപയോഗിക്കാം, പിന്നെ എസ് എന്ന് ഉപയോഗിക്കാം, എസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, സം ഉപയോഗിച്ചിടത്തൊക്കെ എസ് ആക്കണമെന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ വേരിയബിൾസ് അർത്ഥമില്ലാത്ത വാക്കുകളാണ് ശരിക്കും, വേരിയബിൾസ് അർത്ഥമില്ലാത്ത. പക്ഷേ ഈ യൂസിങ് ഇതൊന്നും എനിക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റില്ല. സമ്മിന് വേണമെങ്കിൽ എനിക്ക് എസ് എന്ന് എഴുതാം, ഇൻഡിന് എനിക്ക് ഐ എന്നോ മാത്രം എഴുതാൻ പറ്റില്ല, INT തന്നെ എഴുതണം, അതിനൊരു അർത്ഥമുണ്ട്. അതുപോലെ യൂസിങ് എന്നുള്ളത് എനിക്ക് യൂസ് എന്ന് എഴുതാൻ പറ്റില്ല,
യൂസിങ് തന്നെ അതേ അക്ഷരങ്ങൾ ഉപയോഗിക്കണം. കാരണം അതിന് അർത്ഥമുണ്ട്, അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. നെയിം സ്പേസ് എനിക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, മറിച്ച് എങ്ങനെ തന്നെ എഴുതണം, നെയിം സ്പേസ് തന്നെ എഴുതണം. ഇൻറ്റിന് INT എന്ന് തന്നെ എഴുതണം, അതിന് വേറെ അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്ലോട്ട് തന്നെ എഴുതണം. കണ്ട ഈ നീല നിറത്തിൽ കാണിക്കുന്നതൊക്കെ കീവേഡ്സാണ്, അതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്, ആ അർത്ഥത്തിൽ തന്നെ അത് ഉപയോഗിക്കണം. ഇപ്പോൾ റിട്ടേൺ ഒരു കീവേഡാണ്. അപ്പോൾ ഈ വാക്കുകൾക്ക് C++ ഒരു അർത്ഥം നൽകിയിട്ട്. സോ എന്താണ് കീവേഡ്സ്? കീവേഡ്സ് പറഞ്ഞാൽ keywords are tokens. Keywords are tokens. Keywords are tokens are tokens. Tokens ആണ്. എന്ത് ടോക്കൺസ് ആണ്? ഇവിടെ ഞാൻ എഴുതിയ ഡെഫിനിഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഒരു ചെറിയ മിസ്റ്റേക്ക്. ടോക്കൺസ് ആർ എന്നല്ല എഴുതേണ്ടത്. കീവേഡ്സ് ആർ മീനിങ്ഫുൾ വേർഡ്സ് ടു C++ കമ്പൈലർ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, keywords are meaningful tokens to C++ compiler. ഇങ്ങനെ എഴുതാം. ഒക്കെ അർത്ഥമുള്ള വാക്കുകൾ. അപ്പോൾ C++ലെ വാക്കിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലായല്ലോ. അർത്ഥമുള്ള വാക്കിനെയാണ് ടോക്കനെയാണ് അർത്ഥമുള്ള ടോക്കൺ, മീനിങ് ഫുൾ ടോക്കൺസ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഒറ്റ വാക്കിൽ എഴുതുകയാണെങ്കിൽ മീനിങ് ഫുൾ ടോക്കൺസ്. കീവേഡ്സിൻ്റെ ഒറ്റ 2 വാക്ക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ടോക്കൺസ്. ഏകദേശം C++ 48ഓളം കീവേഡ്സ് ഉണ്ട്, 48 കീവേഡ്സ്. ആ കീവേഡ്സാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാ കീവേഡും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നല്ല, നമ്മൾ ക്ലാസ് പിന്നെ കുറേ അങ്ങ് പഠിക്കുമ്പം ഇതിലെ പല കീവേഡ്സ് നമുക്ക് ഓർമ്മ വരും. ASM, ഓട്ടോ, ബ്രേക്ക്, കേസ്, ക്യാച്ച്, കെയർ, ക്ലാസ്, കോൺസ്റ്റ്, കണ്ടിന്യൂ, ഡിഫോൾട്ട്, ഡിലീറ്റ്, ഡു, ഡബിൾ, എൽസ്, ലൈഫിൻ്റെ എൽസൊക്കെ ഓർമ്മയില്ലേ, ഈനം, എക്സ്റ്റേൺ, ഇങ്ങനെ ഏകദേശം 48 കീവേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കീവേഡ്സ്, നമുക്ക് കെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു കീവേഡാണ് അല്ലേ. പിന്നെ ഡിഫാൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സ്വിച്ച് പഠിച്ചപ്പോൾ ഡിഫാൾട്ട് പഠിച്ചു. ഡു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡബിൾ ഇൻറ്റിജറുമായിട്ട് ബന്ധപ്പെട്ട്, എൽസ്, ഈഫ് എൽസ് അല്ലേ, ഫോർ ലൂപ്പ്, ഫ്ലോട്ട് അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇഫ് അല്ലേ, ഇൻറ്റ്, ഇതിനകത്ത് പിന്നെ നമ്മൾ പഠിച്ചതായിട്ടുള്ള കീവേഡ്സ് ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി നമ്മൾ പഠിക്കാൻ നേരത്തെ ഓരോ പുതിയ കീവേഡ് നിങ്ങൾ പഠിക്കും. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക. ഇവിടെ ഒരു വൈലുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ കീവേഡ്സാണ്. ഓക്കെ, അപ്പോൾ അർത്ഥമുള്ള ടോക്കൺസാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ, ഐഡൻറ്റിഫയേഴ്സ് ആർ മെമ്മറി വേരിയബിൾസ്, മെമ്മറി ലൊക്കേഷൻസ്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡൻറ്റിഫയർ മറ്റൊരു ടൈപ്പ് ടോക്കണാണ് ഐഡൻറ്റിഫയർ. രണ്ടാമത്തെ ടൈപ്പ് ടോക്കണാണ് കീവേഡ് കഴിഞ്ഞു ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയേഴ്സ് ആർ ഇങ്ങനെ എഴുതാം. എന്താണ്? ഐഡൻറ്റിഫയേഴ്സ് ആർ വേരിയബിൾസ് in C++. They are used to name memory locations. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ വേരിയബിളാണ്. ആ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് കമ്പ്യൂട്ടറിൻ്റെ റാമിലെ മെമ്മറി ലൊക്കേഷനാണ് വേരിയബിൾ. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ I എന്നുള്ളത് ഒരു വേരിയബിളാണ്, സം എന്നുള്ളത് ഒരു വേരിയബിളാണ്, AVG എന്നുള്ളത് വേരിയബിളാണ്. അപ്പോൾ ഈ 3 വേരിയബിളാണ് നമ്മളെ പ്രോഗ്രാമിൽ. ഏത്? I, സം, AVG, ഇതൊക്കെ ഐഡൻറ്റിഫയറാണ്. ഇതൊക്കെ ഓരോ മെമ്മറി ലൊക്കേഷൻ്റെ പേരുകളാണ്. അതായത് റാമിനകത്ത് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി റാം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റ് I എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഒരു ലൊക്കേഷൻ എടുക്കും, അതിനെന്ത് പേര് കൊടുക്കും? I എന്ന പേര് കൊടുക്കും. അതുപോലെ ഇൻറ്റ് സം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ റാമിനകത്തൊരു മെമ്മറി ലൊക്കേഷൻ എടുക്കും, ആ മെമ്മറി ലൊക്കേഷന് സം എന്ന പേര് കൊടുക്കും. അപ്പോൾ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻസിൻ്റെ പേരാണ്. നെയിംസ് ഓഫ്
നെയിംസ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടൈപ്പ് പഠിച്ചു അല്ലേ. ഇനി വേണമെങ്കിൽ അതിൻ്റെ ഒരു നോട്ട് എഴുതാം. എന്താണ്? ഇത്ര എഴുതാം. ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു നെയിം ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് സച്ച് ആസ് മെമ്മറി ലൊക്കേഷൻ, statement, functions, objects, classes, etc. The identifiers of memory locations are called variables. ഇതാണ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഐഡൻറ്റിഫയേഴ്സ് ആർ വേർഡ്സ് അല്ലെങ്കിൽ ടോക്കൺസ്. യൂസർ ഡിഫൈൻഡ് ഒക്കെ ഒഴിവാക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന പേരാണല്ലോ. അപ്പോൾ ഇൻഡ് ഐ എന്നൊക്കെ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നതാണ്. യൂസർ ഡിഫൈൻഡാണ്. ഐ എന്ന് സം എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അതാണ് കുറച്ചുകൂടി ഭംഗി, കുറച്ചുകൂടി ശരി. ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സാണ്. പ്രോഗ്രാമറാണ് യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രോഗ്രാമർ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സാണ്. ദാറ്റ് ആർ യൂസ്ഡ് ടു നെയിം ഡിഫറെൻറ്റ് പ്രോഗ്രാം എലമെൻറ്റ്സ്. ദാറ്റ് ആർ യൂസ്ഡ് ടു നെയിം ഡിഫറെൻറ്റ് പ്രോഗ്രാം എലമെൻറ്റ്സ് സച്ച് ആസ് മെമ്മറി ലൊക്കേഷൻസ്. മെമ്മറിക്ക് കൊടുക്കുന്ന പേരുകൾ. സ്റ്റേറ്റ്മെൻറ്റ്സ്, ചില സ്റ്റേറ്റ്മെൻറ്റിന് കൊടുക്കാം. ഫങ്ഷൻസ്, ചില ഫങ്ഷന് പേര് കൊടുക്കാം. ഒബ്ജക്ട്സ്, ചില ഒബ്ജക്ട്സിന് പേര് കൊടുക്കാം. ക്ലാസ്സസ് അല്ലെങ്കിൽ ക്ലാസ്സസിന് പേര് കൊടുക്കാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ്? ഐഡൻറ്റിഫയേഴ്സ് ആർ നെയിംസ് അല്ലെങ്കിൽ ബ്രേക്കറ്റ് എഴുതുക വേരിയബിൾസ്, അല്ല ഇങ്ങനെ എഴുതുക നെയിംസ് യൂസ്ഡ് ടു ഗീവ് നെയിം ടു മെമ്മറി ലൊക്കേഷൻസ്. ഇത്ര എഴുതിയാൽ മതി. പിന്നെ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ മാത്രമല്ല, പിന്നെ വേറെ സംഭവങ്ങളുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഒബ്ജക്ട്സ് ഉണ്ട്. അങ്ങനെയുള്ളതിനൊക്കെ ഐഡൻറ്റിഫയർ ഉപയോഗിക്കും. ദേ ആർ ഓൾസോ called variables. ഓക്കെ, ഡൺ. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേരുകളാണ് ഐഡൻറ്റിഫയർ, അഥവാ വേരിയബിൾസിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയും. അപ്പോൾ നമ്മളെ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഈ ഐയും സമ്മും എ വി ജിയും ഒക്കെ എന്താണ്? വേരിയബിൾസാണ്. വൈൽ എന്താണ്? ടോക്കൺ, പിന്നെ ഈ കീവേഡാണ്. ഇൻഡ് കീവേഡാണ്. ഫ്ലോട്ട് കീവേഡാണ്. യൂസിങ് കീവേഡാണ്. നെയിം സ്പേസ് കീവേഡാണ്. ഓക്കെ, ഫൈൻ. നൗ ഇപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി ഐഡൻറ്റിഫയേഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഐഡൻറ്റിഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ഇത്രയും കൂടെ എഴുതിക്കോ. ദ ഐഡൻറ്റിഫയേഴ്സ് അസൈൻ ടു എ സ്റ്റേറ്റ്മെൻറ്റ് ആർ കോൾഡ് ലേബൽസ്. നമ്മൾ പറഞ്ഞല്ലോ മെമ്മറി ലൊക്കേഷൻ മാത്രമല്ല ഐഡൻറ്റിഫയർ ഉപയോഗിക്കുക, സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുക്കാൻ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനെ ലേബൽസ് എന്ന് പറയും. സ്റ്റേറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന പേരിനെയാണ് നമ്മൾ ലേബൽസ് എന്ന് പറയുക. സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മൾ പിന്നെ പഠിക്കും എന്താണ് ലേബൽസ് എന്ന് കേട്ടോ. തൽക്കാലം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പഠിക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് ഒരു പേര് കൊടുക്കാം. C++ലെ സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന പേരിനെയാണ് ലേബൽസ് എന്ന് പറയുക. അപ്പോൾ ലേബൽ ഒരു ഐഡൻറ്റിഫയർ ആണ്. ലേബൽ എന്താണ്? ഒരു ഐഡൻറ്റിഫയർ ആണ്. വേരിയബിൾ എന്താണ്? ഐഡൻറ്റിഫയർ ആണ്. അതുപോലെ ഫംഗ്ഷൻ നെയിംസ് ഉണ്ട്. ഫംഗ്ഷന് പേര് കൊടുക്കാനും നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കും. അതിനെയും നമുക്ക് ഐഡൻറ്റിഫയർ എന്ന് വിളിക്കാം. അപ്പോൾ ഐഡൻറ്റിഫയറിന് നമുക്ക് വേണമെങ്കിൽ പിന്നെ വേരിയബിൾസ് 2-3 കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേരിയബിൾസ് ആണെന്ന് പറയാം അല്ലേ, വേരിയബിൾസ്. ലേബൽസ് എന്ന് പറയാം, ലേബൽസ് അല്ലേ. മറ്റൊന്നാണ് ഫംഗ്ഷൻ നെയിംസ്. പിന്നെയുണ്ട് ഒബ്ജക്ട്സ് നെയിംസ്, ക്ലാസ് നെയിമൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. സോ ഒറ്റ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണെന്ന് പറയാം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേരിനെയാണ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റിന് കൊടുക്കുന്ന പേരിനെ നമ്മൾ ലേബൽ എന്ന് വിളിക്കും. ഫംഗ്ഷന് കൊടുക്കുന്ന നെയിമിനെ നമ്മൾ ഫംഗ്ഷൻ നെയിം. ഇതെല്ലാം ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ഐഡൻറ്റിഫയറിൽ പെട്ടതാണ് എന്തൊക്കെ വേരിയബിൾ ഐഡൻറ്റിഫയർ ആണ്. പിന്നെ മറ്റൊന്നാണ് ലേബൽ, നമ്മൾ പിന്നെ പഠിക്കും. മറ്റൊന്നാണ് ഫംഗ്ഷൻ നെയിം. എന്താണ് ഫംഗ്ഷൻ നെയിം, ലേബൽ, വേരിയബിൾസ്, ഇതൊക്കെ ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മളെ പ്രോഗ്രാമിൽ കണ്ട ഐഡൻറ്റിഫയർ ഏതാണ്? ഐ, സം, AVG ഐഡൻറ്റിഫയർ ആണ്. മറ്റേതാണ് മെയിൻ, ഒരു ഫംഗ്ഷൻ നെയിമാണ്.
ഇത് ഒരു ഐഡൻറ്റിഫയർ ആണ്. മെയിൻ ഒരു ഐഡൻറ്റിഫയർ ആണ്, ഒരു വേരിയബിൾ നെയിമാണ്. അതുപോലെ ഫംഗ്ഷൻ നെയിമാണ്. അതുപോലെ നമ്മൾ ഈ കാണുന്ന സി ഔട്ടും സീനും ഒക്കെ ഉണ്ട്. സി ഔട്ടും സീനൊക്കെ ഐഡൻറ്റിഫയർ ആണ് കേട്ടോ. സി ഔട്ട് സീനും ഐഡൻറ്റിഫയർ ആണ്. നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. നൗ നമുക്ക് വേരിയബിൾസ് ഉപയോഗിക്കാമല്ലോ. നമ്മൾ വേരിയബിൾ ഇപ്പോൾ ഇൻഡ് ഐ എന്ന് വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡ് സം, ഇപ്പോൾ സം ഒരു വേരിയബിളാണ്, ഐ ഒരു വേരിയബിളാണ്, എ വി ജി ഒരു വേരിയബിളാണ്. അപ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ വേരിയബിളിന് പേര് കൊടുക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എങ്ങനെയാണ് പിന്നെ വേരിയബിൾസിന് നെയിം കൊടുക്കുക, അല്ലെങ്കിൽ ഐഡൻറ്റിഫയറിന് എങ്ങനെയാണ് പേര് കൊടുക്കുക? ഇപ്പോൾ റൂൾസ് ഉണ്ട്, അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. വേരിയബിൾസിന് അല്ലെങ്കിൽ ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കാനുള്ള റൂൾസാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് പറഞ്ഞു പോവാം കേട്ടോ. ഐഡൻറ്റിഫയറിന് എങ്ങനെയാണ് പേര് കൊടുക്കുക, അല്ലെങ്കിൽ വാലിഡ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വാലിഡ് ഐഡൻറ്റിഫയേഴ്സ് എങ്ങനെയൊക്കെ പേര് കൊടുക്കാം? ആദ്യം പറയുന്നത് നോക്കിക്കോ, റൂൾസാണ്. ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കുന്ന റൂൾസ്, എങ്ങനെയാണ് ഐഡൻറ്റിഫയർ ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ റൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ റൂള് നോക്കിക്കോ, ഐഡൻറ്റിഫയർ ഈസ് ആർബിട്രറിലി ലോങ് സീരീസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. അങ്ങനെ എഴുതണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. ഫസ്റ്റ് റൂൾ ഇങ്ങനെ എഴുതാം. നമ്മൾ റൂൾ 1 നമ്മുടെ ഭാഷയിൽ എഴുതാം. ആണ് ഐഡൻറ്റിഫയർ ക്യാൻ കണ്ടെയ്ൻ letters, digits, underscore. ഒരു ഐഡൻറ്റിഫയറിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ അതിൽ എ ടു ഇസഡിലെ അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ടു ഇസഡിലെ ഏത് ക്യാരക്ടർ ഉപയോഗിക്കാം, 0 to 9 ഡിജിറ്റ്സ് ഉപയോഗിക്കാം, പിന്നെ അണ്ടർസ്കോർ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പിന്നെ ഐഡൻറ്റിഫയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഐഡൻറ്റിഫയറിനകത്ത് ഹാഷ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, @ ഒന്നും ഒരു ഐഡൻറ്റിഫയറിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, ഇൻഡ് എ എന്ന് ഡിക്ലെയർ ചെയ്യാം, കുഴപ്പമില്ല. ഇൻഡ് A1 എന്ന് ഡിക്ലെയർ ചെയ്യാം, ഇൻഡ് A2 എന്ന് ഡിക്ലെയർ ചെയ്യാം, ഇൻഡ് അണ്ടർസ്കോർ ABC എന്ന് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിപ്പോൾ സ്മോൾ എ ടു ഇസഡ് ആവാം, ക്യാപിറ്റൽ എ ടു ഇസഡ് ആവാം. അതുപോലെ 0 to 9 ഇവിടെ ഇപ്പോൾ നമ്മൾ A1 എന്ന് കൊടുത്തില്ലേ, ഇതൊരു വേരിയബിളാണ്. A2 ഇപ്പോൾ നമ്മൾ ഇൻഡ് N1 ഇൻഡ് N2 എന്നൊക്കെ കൊടുക്കലുണ്ട്. ഇൻഡ് N1 അല്ലേ, ഇൻഡ് N2 അല്ലേ, ഇൻഡ് X1, X2, X3 എന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അതാണ് ആദ്യത്തെ നിയമം. അപ്പോൾ ഒരു ഐഡൻറ്റിഫയറിൽ എന്തുണ്ടാവാം? ലെറ്റേഴ്സ് ഉണ്ടാവാം. അതായത് A to Z ഉള്ള ലെറ്റേഴ്സ് ഉണ്ടാവാം, A to Z ഉള്ള ലെറ്റേഴ്സ് ഉണ്ടാവാം, ഡിജിറ്റ്സ് ഉണ്ടാവാം, 0 to 9 ഉള്ള ഡിജിറ്റ്സ് ഉണ്ടാവും. ഒരു ഒറ്റ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകാൻ പറ്റുള്ളൂ, അണ്ടർസ്കോർ. അണ്ടർസ്കോർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, സ്റ്റുഡൻറ്റ് നെയിം എന്ന് എഴുതണമെങ്കിൽ സ്റ്റുഡ് അണ്ടർസ്കോർ നെയിം എന്ന് കൊടുക്കാം. ഇങ്ങനെ എഴുതാം, അണ്ടർസ്കോർ കൊടുക്കാം. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റില്ല? സ്റ്റുഡ് ഹൈഫൺ നെയിം എന്ന് കൊടുക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. വേരിയബിളിന് ഇങ്ങനെ പേര് കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ പേര് കൊടുക്കാം. നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റില്ല? സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ള അർത്ഥത്തിൽ സ്റ്റുഡ് @ നെയിം എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. വേറെ ഒരു ക്യാരക്ടറും ഉപയോഗിക്കാൻ പറ്റില്ല. ഏത് ക്യാരക്ടർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? അണ്ടർസ്കോർ. സ്പെഷ്യൽ ക്യാരക്ടറിൽ അണ്ടർസ്കോർ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് റൂൾ. നൗ സെക്കൻഡ് റൂൾ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് റൂൾ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നൗ സെക്കൻഡ് റൂൾ, ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. നമുക്ക് ഒരു പിന്നെ വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇൻഡ് സം എന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ ഒന്നില്ലെങ്കിൽ ലെറ്റർ ആയിരിക്കണം, മറ്റൊരു നിയമം അണ്ടർസ്കോർ ആയിരിക്കണം. നമുക്കറിയാം ഒരു ഐഡൻറ്റിഫയറിൽ 3 സംഭവം വരാൻ പറ്റുള്ളൂ. ലെറ്റർ വരാം, ഡിജിറ്റ്സ് വരാം, അണ്ടർസ്കോർ വരാം. അണ്ടർസ്കോർ അല്ലേ, 3 സംഭവങ്ങൾ വരാം. പക്ഷേ ആദ്യത്തെ ക്യാരക്ടറായിട്ട് എന്ത് 2 വരാൻ പറ്റുള്ളൂ? ലെറ്റർ വരാം, അണ്ടർസ്കോർ വരാം. ഡിജിറ്റ് ആദ്യത്തെ ക്യാരക്ടറായിട്ട് വരാൻ പാടില്ല. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻഡ് A1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻഡ് N1 എന്ന് എഴുതാം. പക്ഷേ എന്ത് എഴുതാൻ പറ്റില്ല? ഇൻഡ് 1N എന്ന് എഴുതാൻ പറ്റില്ല. ആദ്യത്തെ ക്യാരക്ടർ ഇൻഡിജർ ആവാൻ പറ്റില്ല, ഒരു ഡിജിറ്റ് ആവാൻ പറ്റില്ല. ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ? ഇൻഡ് അണ്ടർസ്കോർ N എഴുതാം. അണ്ടർസ്കോർ ആദ്യത്തെ ക്യാരക്ടർ അണ്ടർസ്കോർ ആവാം, കുഴപ്പമില്ല, അണ്ടർസ്കോർ ആവാം. പിന്നെ വേണമെങ്കിൽ ഫ്ലോട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫ്ലോട്ട് അണ്ടർസ്കോർ AVG എന്ന് എഴുതാം.
കുഴപ്പമില്ല. അണ്ടർസ്കോർ എ വി ജി എന്ന് എഴുതാം, കുഴപ്പമില്ല. ഫ്ലോട്ട് എ വി ജി എന്ന് എഴുതാം. ഫ്ലോട്ട് 1 സെക്കൻഡ്, ഫ്ലോട്ട് A1 എന്ന് എഴുതാം. ഫ്ലോട്ട് 1A എന്ന് എഴുതാൻ പറ്റില്ല. ആദ്യത്തെ ക്യാരക്ടർ എന്താകാൻ പാടില്ല, ഡിജിറ്റ് ആകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇൻറ്റ് x1 എന്ന് എഴുതാം, ഇൻറ്റ് x123 എന്ന് എഴുതാം, കുഴപ്പമില്ല. മറിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഇൻറ്റ് 123x എന്ന് എഴുതാൻ പറ്റില്ല, ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ആദ്യത്തെ ക്യാരക്ടർ എന്താകാൻ പറ്റില്ല, ഡിജിറ്റ് ആകാൻ പറ്റില്ല. ആദ്യത്തെ ക്യാരക്ടർ ഒന്നില്ലെങ്കിൽ ലെറ്റർ ആവണം, ലെറ്ററാണ്, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവണം. മനസ്സിലായല്ലോ? റെഡി. നൗ അടുത്ത നിയമം എന്ന് പറയുന്നത് വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. നമുക്ക് വൈറ്റ് സ്പേസ് ഏതൊക്കെയുള്ള, സ്പേസ് ബാർ ഉണ്ട് അല്ലേ, സ്പേസ് ബാർ ഉണ്ട്, അതുപോലെ ടാബ് ഉണ്ട് അല്ലേ, അതുപോലെ ന്യൂ ലൈൻ ഉണ്ട്. ഇതൊന്നും ഇതിൽ പറ്റില്ല. ഇതൊക്കെ വൈറ്റ് സ്പേസസാണ്. ഇതൊന്നും ഒരു വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. സ്പേസ് പാടില്ല. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു വേരിയബിളിന് ഇങ്ങനെ പേര് കൊടുക്കാൻ പറ്റും. സ്റ്റുഡൻറ്റ് ഇൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റ് XY എന്ന് കൊടുക്കാൻ പറ്റില്ല. സ്പേസ് പാടില്ല. എങ്ങനെ കൊടുക്കാം, ഇൻറ്റ് XY ഒരുമിച്ച് കൊടുക്കാം. ഇതിനിടയിൽ എക്സ് സ്പേസ് ഇട്ടിട്ട് Y ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സ്പേസ് പറ്റില്ല. വൈറ്റ് സ്പേസ്, ഇതിനിടയിൽ വൈറ്റ് സ്പേസ് പറ്റില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വേരിയബിളിനകത്ത് വൈറ്റ് സ്പേസ് പറ്റില്ല, സ്പേസ് പാടില്ല. നൗ അടുത്ത റൂൾ എന്താണ്? കീവേഡ്സ് കനോട്ട് ബി ഐഡൻറ്റിഫയേഴ്സ്. കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. കീവേഡ്സ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് കീവേഡ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. വൈലൊരു കീവേഡാണ്, റിട്ടേൺ കീവേഡാണ് അല്ലേ, അതുപോലെ ഇൻറ്റ് യൂസിങ് കീവേഡാണ്, നെയിം സ്പേസ് കീവേഡാണ്, ഇൻറ്റ് കീവേഡാണ്, ഫ്ലോട്ട് കീവേഡാണ്. ഇങ്ങനെയുള്ള കുറേ മീനിങ് വേർഡ്സ് ഉണ്ട്. അതൊന്നും വേരിയബിളിൻ്റെ പേരായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഗോ എന്നുള്ളത് ഇംഗ്ലീഷിലൊരു വേർഡാണ്, ഗോ അല്ലേ, ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്ന്. അപ്പോൾ ഈ ഗോ എന്നുള്ളൊരു പേര് ഒരാൾക്ക് നമ്മൾ ഉപയോഗിക്കലുണ്ടോ? ഇല്ല മീനിങ് വേർഡ്സ് ചിലതൊക്കെ പേരിൽ ഉപയോഗിക്കലുണ്ട്. പക്ഷേ പൊതുവിൽ ഇപ്പോൾ മഞ്ചേരിക്ക് പകരം ഗോ എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ ഐ ആം ഗോയിങ് ടു ഗോ, ഞാൻ ഗോയിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ മഞ്ചേരിയിലേക്ക് ഐ ആം ഗോയിങ് ടു മഞ്ചേരി എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാവും. അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാവും. അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം മനസ്സിലാവും. ഐ ആം ഗോയിങ് ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും അല്ലേ. അപ്പോൾ ഈ മീനിങ് വേർഡ്സ് ഒരിക്കലും നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് സാധാരണ ഭാഷയിൽ ഉപയോഗിക്കാറില്ല അല്ലേ, സാധാരണ ഭാഷ. അതേപോലെ തന്നെ C++ലും നമുക്ക് ഈ വേരിയബിളിന് ഇൻറ്റ് എന്നോ ഫ്ലോട്ട് എന്നോ ഒന്നും പേര് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയേ ഉള്ളൂ, സംഭവം കൺഫ്യൂഷൻ ആവേണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻറ്റ് എ എന്ന് ഉപയോഗിക്കുമല്ലോ, ഈ എക്ക് പകരം എനിക്ക് ഇൻറ്റ് ഇവിടെ ഒരു ഇൻറ്റ് ഒരു വേരിയബിളിൻ്റെ പേരായിട്ട് എനിക്ക് ഇഫ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഒരു മീനിങ് ഉണ്ട്, അപ്പോൾ വേരിയബിളിന് ഇഫ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. അതുപോലെ എനിക്ക് ഇൻറ്റ് എന്നുള്ള ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ പേര് വൈൽ എന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം വൈലിന് ഓൾറെഡി മീനിങ് ഉണ്ട്. അപ്പോൾ വൈലൊരു വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇഫ് പറ്റില്ല, ഡു എന്നുള്ളത് പറ്റില്ല, ഫോർ പറ്റില്ല. കാരണം ഇതൊന്നും വേരിയബിൾ നെയിംസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ കീവേഡ്സ് ആണ്. കീവേഡ്സ് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഡീഫാൾട്ട് എന്നുള്ളത് ഒരു വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിനൊരു മീനിങ് ഉണ്ട്, ആ കീവേഡാണ്. സ്വിച്ച് നമുക്ക് വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് ഫ്ലോട്ട് സ്വിച്ച് എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഇതൊരു വേരിയബിൾ നെയിമാണ്, ഒരു കീവേഡാണ്. അത് വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കീവേഡ്സ് നമുക്ക് വേരിയബിൾ നെയിംസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി. അപ്പർ കേസും ലോവർ കേസും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ, ലോവർ കേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ കേട്ടോ. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ, ലോവർ കേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ. ദേ ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി ഇൻ C++. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇത്രയുള്ള സംഭവം. നമ്മൾ ഇൻറ്റ് സം എഴുതി, സ്മോൾ ലെറ്ററിൽ സം എഴുതി. ഞാൻ ഇൻറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ സം എഴുതി. ഇത് രണ്ടും ഒരേ വേരിയബിളാണോ? അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് റാം ആണെങ്കിൽ ഇത്
ഒരു മെമ്മറി ലൊക്കേഷനാവും സ്മോൾ സമ്മ്, ഇത് വേറെ മെമ്മറി ലൊക്കേഷനാവും, ഇത് വേറെ മെമ്മറി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇൻറ്റ് സ്മോൾ x1 എന്ന് ഡിക്ലെയർ ചെയ്ത്, അപ്പോൾ അത് വേറെ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും സ്മോൾ x1. ഞാൻ മറ്റൊരു വേരിയബിൾ ചെയ്ത് ഇൻറ്റ് x1 എന്ന് ഡിക്ലെയർ ചെയ്ത് x1, അപ്പോൾ അത് വേറെ മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒരേപോലെ പിന്നെ വേരിയബിൾസ് അല്ല. ഉദാഹരണമായിട്ട് ഇൻറ്റ് എ എന്ന് ഡിക്ലെയർ ചെയ്താലും ഇൻറ്റ് എ എന്ന് ഡിക്ലെയറും ചെയ്യാം. പക്ഷേ ഇത് രണ്ടും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഇങ്ങനെ എഴുതി ഇൻറ്റ് സം, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എന്നിട്ട് ഇങ്ങനെ എഴുതി. മറ്റൊന്ന് ഇൻറ്റ് എല്ലാ സ്മോൾ ലെറ്റർ എഴുതി സം, പിന്നെ ഇൻറ്റ് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ എഴുതി സം, എല്ലാം ക്യാപിറ്റൽ ലെറ്ററാണ് സം. ഇത് മൂന്നും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷനാണ്. മൂന്നിനും വെവ്വേറെ മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. മൂന്നും ഡിഫറെൻറ്റ് വേരിയബിൾസാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ഒരു വേരിയബിളിന് x1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ x1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ആ വേരിയബിൾ കിട്ടണമെങ്കിൽ സ്മോൾ x1 തന്നെ ഉപയോഗിക്കണം. അല്ലാതെ നമ്മൾ ക്യാപിറ്റൽ x1 എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വ്യത്യസ്തമായിട്ടാണ് C++ ട്രീറ്റ് ചെയ്യുക. നമ്മളെ പേരൊക്കെ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാലും സ്മോൾ ലെറ്റർ എഴുതിയാലും നമ്മൾ തന്നെയാണ്. പക്ഷേ C++ ആ ലെറ്റർ മാറ്റി എഴുതിയാൽ സ്മോൾ ലെറ്റർ ക്യാപിറ്റലോ ക്യാപിറ്റൽ സ്മോളോ ആക്കി കഴിഞ്ഞാൽ വ്യത്യസ്തമായ മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ്, വ്യത്യസ്തമായ വേരിയബിളായിട്ട് മാറും, വ്യത്യസ്തമായ ഐഡൻറ്റിഫയർ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വൈൽ ഒരു കീവേഡാണ്, സ്മോൾ ലെറ്ററിൽ വൈൽ ഒരു കീവേഡാണ്. പക്ഷേ വൈൽ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ആദ്യത്തെ ലെറ്റർ W പിന്നെ ക്യാപിറ്റൽ എഴുതുകയാണെങ്കിൽ ഇത് കീവേഡല്ല. ഇത് ഈ കണ്ടിരിക്കുന്ന ഈ സ്മോൾ വൈൽ മാത്രം കീവേഡ്. സ്മോൾ ഇൻറ്റ് ഇങ്ങനെ എഴുതിയാൽ മാത്രം ഇൻറ്റ്, നേരെ മറിച്ച് ഞാൻ ഇൻറ്റ് എന്നിങ്ങനെ എഴുതിയാൽ കീവേഡല്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉദാഹരണമായിട്ട് നമുക്കറിയാം എന്താണ് സ്വിച്ച് ഒരു കീവേഡാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് ഐഡൻറ്റിഫയർ അല്ല. മറിച്ച് സ്വിച്ച് ഇങ്ങനെ എഴുതിയാലോ, അപ്പോൾ ഇത് കീവേഡ് അല്ല. കാരണം ഇതെല്ലാം സ്മോൾ ലെറ്റർ വേണം. ഇങ്ങനെ എഴുതുമ്പോൾ ഇത് ഒരു ഐഡൻറ്റിഫയർ ആവാം, ഇതൊരു വേരിയബിളിൻ്റെ നെയിമായിട്ട് യൂസ് ചെയ്യാം. അതായത് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഇൻറ്റ് സ്വിച്ച് എന്ന് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഈ എസ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ഇത് കീവേഡല്ല. കീവേഡ് ആവപ്പോഴാണ് എല്ലാം സ്മോൾ ലെറ്റർ ഉപയോഗിക്കുമ്പോൾ. വൈൽ കീവേഡാണെന്ന് നമുക്കറിയാം. അപ്പോൾ വൈൽ ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ വൈലിൽ ഏതെങ്കിലും ഒരു ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ആക്കി കഴിഞ്ഞാൽ അത് കീവേഡ് അല്ലാതെയായി മാറി, പിന്നെ അത് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരുപോലെ അല്ല. ഡൺ. അപ്പോൾ എന്തൊക്കെയാണ് നിയമങ്ങൾ നോക്കി? വളരെ സിമ്പിളായിട്ട് നിയമങ്ങളാണ്. പിന്നെ ഐഡൻറ്റിഫയറിൽ നമുക്ക് ലെറ്റർ ഉപയോഗിക്കാം, ഡിജിറ്റ്സ് ഉപയോഗിക്കാം, അണ്ടർസ്കോർ ഉപയോഗിക്കാം. വേറൊരു ക്യാരക്ടറും വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ക്യാരക്ടർ നമ്മൾ വേരിയബിളിന് പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ഒന്നല്ലെങ്കിൽ ലെറ്റർ ആവണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവണം. അല്ലാതെ ഡിജിറ്റ് ഫസ്റ്റ് ക്യാരക്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, നൗ വൈറ്റ് സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വേരിയബിൾ നെയിമിനകത്ത് നമുക്ക് സ്പേസ് ഇടാൻ പറ്റില്ല. ഇപ്പോൾ എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇൻറ്റ് എക്സ് വൈ എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. സ്പേസ് കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇൻറ്റ് എക്സ് വൈ എന്ന് എഴുതാം. വേരിയബിളിനകത്ത് സ്പേസ് പാടില്ല. പിന്നെ കീവേഡ്സ് നമുക്ക് വേരിയബിൾ നെയിമായിട്ട് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. വൈൽ, ഡു, സ്വിച്ച്, ഇഫ്, അങ്ങനെ ഏകദേശം 48ഓളം കീവേഡ്സ് ഉണ്ട്. ആ കീവേഡൊന്നും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് അപ്പർ കേസും ലോവർ കേസും വ്യത്യസ്തമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് വാലിഡ് ഐഡൻറ്റിഫയേഴ്സ് ആണ്, വേരിയബിൾ നെയിംസ് ആണ്. ഇങ്ങനെ ഉപയോഗിക്കാം, കൗണ്ട് ഉപയോഗിക്കാം, സം ഓഫ് 2 നമ്പേഴ്സ് ഇങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് റാങ്ക് ഇങ്ങനെ എഴുതാം. കാരണം ഇവിടെ ആദ്യത്തെ ലെറ്റർ അണ്ടർസ്കോർ ആയതുകൊണ്ട് ഈ അണ്ടർസ്കോർ ഇല്ലെങ്കിൽ ഇതില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻവാലിഡ് ആവും. ഫസ്റ്റ് ക്യാരക്ടർ അണ്ടർസ്കോർ ആയതുകൊണ്ട് വാലിഡ് ആണ്. മെയിൻ ഇങ്ങനെ എഴുതാം. ഓക്കെ, ആവറേജ് ഹൈറ്റ് അണ്ടർസ്കോർ ഉപയോഗിക്കാം. ഇവിടെ സ്പേസ് പാടില്ല. അപ്പോൾ ഇവിടെ ഒഴിവാക്കിയിട്ട് ആവറേജ് സ്പേസ് ഹൈറ്റ് എന്ന് കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ കൊടുക്കാം. ഫോർന്ന് സ്മോൾ ലെറ്ററിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കീവേഡാണ്. പക്ഷേ വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഇൻവാലിഡാണ്. സം ഓഫ് ഡിജിറ്റ്സ് ഇങ്ങനെ ഒരു ഐഡൻറ്റിഫയർ നെയിം കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ സ്പേസ് വന്നു.
ഇൻവാലിഡാണ്. ഫസ്റ്റ് ഇയർ എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ, ഫസ്റ്റ് ഡിജിറ്റ് വരാൻ പാടില്ല. ഫസ്റ്റ് ഡോട്ട് ജാൻ എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഡോട്ട് എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് ഇസ് എ കീവേഡ്. അതുകൊണ്ട് ഇത് ഇൻവാലിഡാണ്. ഇത് ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്. ഇത് ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്. ഇത് ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്. ഇത് ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, ഇതെങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യെസ്, ഡൺ. സോ ഐഡൻറ്റിഫയർ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിറ്ററൽ എന്നുള്ളതാണ്. ലിറ്ററൽ നമുക്ക് അടുത്ത സെഷനിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും എന്താണ് ലിറ്ററൽ എന്നുള്ളത്. ഓക്കെ, ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷനിൽ നമ്മൾ ലിറ്ററൽസ് എന്താണെന്ന് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും.